അങ്ങനെ നമ്മൾ അഞ്ജനാദ്രി ഹിൽസിൽ നിന്നൊക്കെ തിരിച്ച് റൂമിലേക്ക് വന്നു. ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയേക്കുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ദിവസം എവിടെയൊക്കെ പോകണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് മേജർ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. ഇനി കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണ് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കി ഞങ്ങളിതേ ഇറങ്ങിയേക്കുകയാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഹംപി വ്ളോഗ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അമ്മു ആൻഡ് മീ. അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് ഉഗ്ര നരസിംഹ ടെമ്പിളിലാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ തന്നെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് ബഡാവി ലിംഗ. ഞങ്ങളാദ്യം ആ ഉഗ്ര നരസിംഹ ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തൊട്ടപ്പുറത്ത് ഇച്ചിരി തിരക്ക് കുറവുണ്ട്, എന്നാൽ ശരി അങ്ങോട്ട് പോയിട്ടൊന്ന് കണ്ടിട്ട് വരാമെന്ന്. ഇതാണ് ആ 3 മീറ്റർ വലുപ്പമുള്ള ബഡാവി ലിംഗ എന്ന് പറയുന്ന ആ ഒരു ശിവലിംഗം കേട്ടോ. ഈ ലിംഗം 365 ദിവസവും വെള്ളത്തിലായിരിക്കും ഇതിൻ്റെ അടി മുങ്ങിക്കിടക്കുക. അത് അവർ തുംഗഭദ്ര നദിയിൽ നിന്ന് ഒരു കനാൽ വഴിയാണ് ഈ വെള്ളം ഇങ്ങോട്ട് എത്തിക്കണേ എന്നാണ് പറയണത്. അങ്ങനെ ബഡാവി ലിംഗ കണ്ടു കഴിഞ്ഞ് നമ്മളിതേ തൊട്ടിപ്പുറത്തുള്ള ആ ഉഗ്ര നരസിംഹ ടെമ്പിളിൽ വന്നു കേട്ടോ. കണ്ടോ, ഭയങ്കര വലിയ രൂപം, ഏകദേശം 6.7 മീറ്റർ വലുപ്പം എങ്ങാണ്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് കണ്ട് ഞങ്ങൾ നോക്കിയപ്പം അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വഴിയുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം എന്ന് വിചാരിച്ചിട്ട് മെല്ലെ നടക്കണതാണ് കേട്ടോ ആ സൈഡിലോട്ട്. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. ഞങ്ങൾ ചമ്മിപ്പോയി. പിന്നെ എന്തായാലും അവിടം വരെ വന്നതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളിതേ ബാഗൊക്കെ അവിടെ വെച്ച് ആ മരത്തിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ അവിടെ നിന്ന് വീണ്ടും സത്യം പറഞ്ഞാൽ രാവിലെ വന്ന അങ്ങോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകണം. രാവിലെ കണ്ട ആ മനോഹരമായ സൺറൈസ്, ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് നമ്മൾ കണ്ട ആ ഒരു തുംഗഭദ്ര നദിയാണ് കേട്ടോ ഇത്. ഇപ്പം നട്ടപ്പറ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു രസവും തോന്നുന്നില്ല. രാവിലത്തെ ഫീലൊന്നും അല്ല ഈ നട്ടുച്ചയ്ക്ക് ഇത് കാണുമ്പോൾ. ഒന്നാമത് നമ്മൾ 2 വീലറിനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭയങ്കര വെയിലായിരുന്നു അന്നത്തെ ദിവസം. സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതൊക്കെ ക്രോസ് ചെയ്ത് നമ്മളിതേ വീണ്ടും തിരിച്ച് പോവുകയാണ് കേട്ടോ അഞ്ജനാദ്രി ഹിൽസിൻ്റെ അടുത്തോട്ട്. കാരണം അവിടെ ഒരു സംഗതിയുണ്ട്. അത് ഞങ്ങൾ ആക്ച്വലി എറണാകുളത്ത് നിന്ന് പോരുമ്പോൾ തന്നെ അതിങ്ങനെ സ്പോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ എന്തായാലും പോകണം എന്ന്. പക്ഷേ നമ്മളിതിപ്പോൾ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ സ്ഥലങ്ങളൊന്നും അത്ര ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ നമ്മൾ പോയ അഞ്ജനാദ്രിയുടെ തൊട്ടടുത്താന്നുള്ളത് നമുക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അത് നമ്മളത്ര അങ്ങ് നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകാം എന്നുള്ള പ്ലാനിലാണ്. പോണ വഴിക്കാണ് കേട്ടോ ഈ ഒരു സംഗതി കണ്ടത്. ഇതാണ് നമ്മുടെ കൃഷ്ണദേവരായയുടെ സ്റ്റാച്യു. അതിങ്ങനെ അവർ ഒരു റൗണ്ട് അബൌട്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ആ സ്റ്റാച്യു വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് മാപ്പിൽ ഇതേ ഗഗൻ മഹൽ എന്ന് പറയുന്ന ഒരു സംഗതിയും ഈ പോകുന്ന റൂട്ടിലാണെന്ന് മനസ്സിലായത്. എന്നാൽ ശരി അതും കൂടെ കയറി കണ്ടേക്കാം എന്ന് വിചാരിച്ചു. ഗഗൻ മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മുടെ രാജാവും റാണിയും ഒക്കെ താമസിച്ചിരുന്ന അവരുടെ റെസിഡൻസാണ് ഈ ഗഗൻ മഹൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ടേജ്. അത്യാവശ്യം നല്ലോണം റെനോവേഷൻ വർക്ക്സൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഹംപി എന്ന് പറയുമ്പോൾ ആൾക്കാർ മെയിനായിട്ട് ഈ വിരൂപാക്ഷ ടെമ്പിൾ, വിട്ടല ടെമ്പിൾ അങ്ങനെയുള്ള മെയിൻ സ്ഥലങ്ങളാണ് ചൂസ് ചെയ്യുക. ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും കാണാൻ പോകുന്നതായിട്ട്. എന്ന് വെച്ചാൽ ആരുമില്ല. അത്രയും ഒരു സീസൺ ടൈം ആയിട്ട് പോലും ഇവിടെ കാണാനായിട്ട് ഒരു മനുഷ്യക്കുഞ്ഞുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വസ്ഥവും സമാധാനവുമായി ഒറ്റയ്ക്ക് ഗഗൻ മഹൽ കണ്ടു.
അങ്ങനെ ഞങ്ങൾ താഴെയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ദേ ഒരു ഇങ്ങനെ വട്ടം കറങ്ങുന്ന സ്റ്റെയർ കേസ് ഇല്ലേ, അതൊക്കെ കയറി ഇപ്പോൾ ദേ മേളിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ടെറസാണെന്ന് തോന്നുന്നു. അവിടെ തന്നെ ഇങ്ങനെ വാച്ച് ടവറൊക്കെ പോലത്തെ സംഗതികളുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ അമ്മൂനോട് ചോദിക്കുമായിരുന്നു, അമ്മൂ എനിക്കൊരു സംശയം, നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടും ഇത് രാജാവിൻ്റെ റാണിയുടെ റെസിഡൻസ് ആണെന്നാണ് പറയണതെങ്കിലും ഇവിടെ ഒരു റൂം പോലും നമ്മൾ കണ്ടില്ലല്ലോ. ഈ രാജാവും റാണി എവിടെയായിരിക്കും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ അമ്മൂനോട് ചോദിച്ചത് കേട്ടോ. അപ്പോൾ അമ്മു എൻ്റെ അടുത്ത് പറയാം, അമ്മ രാജാവും റാണി ഇതിൻ്റെ അകത്ത് കയറിയാൽ അവരെന്താ ചെയ്യണേ, എവിടെയാണ് കിടക്കണേന്നൊന്നും ആരും നോക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ചിലപ്പോൾ നിലത്തായിരിക്കും അമ്മ കിടക്കുന്നുണ്ടാവുക എന്ന്. എൻ്റെ ദൈവമേ, അവളുടെ തല വർക്ക് ചെയ്യണ രീതി എനിക്കറിയില്ല. പക്ഷെ അവൾ പറഞ്ഞതിലും ചെറിയ ചില കാര്യങ്ങളില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും രാജാവും റാണിയും കേൾക്കണ്ട, നമ്മൾ അടിച്ചോടിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചതിന്. അങ്ങനെ ഞങ്ങൾ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് അവൾക്ക് ദേ വാച്ച് ടവറിൻ്റെ അകത്ത് കയറണം എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് കയറ്റി അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ താഴത്തേക്ക് വന്നേക്കുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത പോകാനുള്ള സ്ഥലത്തിൻ്റെ മാപ്പ് അവിടെ നിന്ന് നമ്മൾ ഇട്ടു. പോകുന്ന വഴിക്ക് ആ ഗഗൻമഹലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു രഥം കണ്ടപ്പോൾ എന്നാൽ ശരി അവിടെ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നത്. എവിടെ പോയാലും ഫോട്ടോ മുഖ്യം അല്ലേ. അങ്ങനെ ദേ ഇത് കണ്ടോ, ഹിഡൻ പ്ലേസ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ഒരു സ്പോട്ട്. എറണാകുളത്ത് നിന്നേ വരണം എന്ന് തീരുമാനിച്ച സ്പോട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹംപി പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സ്ഥലത്ത് പോകാൻ മിസ് ചെയ്യരുത് കേട്ടോ. ഭയങ്കര അടിപൊളി വൈബുള്ള സ്ഥലമാണ്. കാരണം ഹംപി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക കുറേ അമ്പലങ്ങളും കല്ലും പാറയും ഹിസ്റ്ററിയും ഒക്കെയാണ് അല്ലേ. പക്ഷേ എന്നാൽ അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ഫീലുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞ ഹിഡൻ പ്ലേസ്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഹിഡൻ പ്ലേസ് എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ഹിഡൻ പ്ലേസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ഈ ഒരു സ്പോട്ട് കിട്ടും. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് വയറ് കാര്യമാക്കിയിട്ടാണ് കേട്ടോ. കാരണം ഈ ഹിഡൻ പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലം ഒരു അടിപൊളി കഫേയാണ് ഹംപിയിലുള്ളത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഹംപിയിൽ വന്നത് ഒരു ബേസിക്കലി ഭയങ്കര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിലാണ് നമ്മൾ വന്നത്. അതിൽ 1-2 സ്പോട്ടുകളായിരുന്നു കഫേസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും വരണം എന്നുള്ള രീതിയിൽ. അങ്ങനെ വന്ന ഒരു കഫേയാണ് ഈ ഒരു ഹിഡൻ പ്ലേസ് കഫേ. ഞങ്ങൾ എന്തായാലും ഇവിടെ വരണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഒരു പ്രൈമറി റീസൺ എന്താണെന്നറിയോ, ഇതുപോലെ വെള്ളത്തിൻ്റെ നടുക്ക് ടേബിൾ ഇട്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പം നമ്മൾ പകൽ വന്നതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു രാത്രിയാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും ഈ സ്ഥലം. ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ നമുക്ക് രാത്രി വരാൻ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ വന്ന് അത് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ കുറേ നേരം വെള്ളത്തിലിരുന്ന് കളിച്ചു കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ മാത്രമല്ല അവിടെ സ്റ്റേയും അവൈലബിൾ ആണ്. ഞങ്ങൾ പിന്നെ അതൊന്നും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റേ വേണമെങ്കിലും നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഈ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാത്രി വൈബും രാവിലത്തെ വൈബും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ആ ചേട്ടൻ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഒരു സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തിയും ഒരു കറിയാണ് പറഞ്ഞത്. റൈസൊന്നും കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ബട്ടർ ചിക്കനായിരുന്നു. പിന്നെ ചപ്പാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ഡ്രൈ ഫ്രൈ പോലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ അല്ലേ, നല്ല അടിപൊളി കറിയായിരുന്നു. ഭയങ്കര ക്രീമി ആയിരുന്നു. അത്യാവശ്യം റേറ്റിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര പ്രൈസി അല്ല, എന്നാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ കുറേ നേരം നമ്മൾ വെള്ളത്തിൽ കളിച്ചു കേട്ടോ. അമ്മൂന് അവിടെ ഒരു ഡാൻസിൻ്റെ റീലൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവളൊരു ഡാൻസിൻ്റെ റീലൊക്കെ എടുത്തു. അതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ കുറേ നേരം ആ പാറയിലിരുന്ന് ഞങ്ങൾ കളിച്ചും വർത്താനം പറഞ്ഞും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 മണിയൊക്കെ അടുപ്പിച്ചായപ്പോഴേക്കുമാണ് നമ്മൾ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചത്. വെള്ളം കണ്ടാൽ പിന്നെ അമ്മൂസ് മാറില്ല കേട്ടോ. അവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ആര് കേൾക്കാൻ, അവൾക്ക് ഇങ്ങനെ ഓരോന്നും കളിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവൾ കളി നിർത്തുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ വീഡിയോ എടുത്തു അമ്മ, ഫോട്ടോ എടുത്തു അമ്മ എന്നും പറഞ്ഞ് ഇങ്ങനെ വെള്ളം ചീറ്റിക്കുന്നതും ഒക്കെ. അതിൻ്റെ ഇടയിൽ എൻ്റെ മേത്തും കുറേ വെള്ളം തെറിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എടി മണ്ടൂസേ, അങ്ങനെയല്ല വീഡിയോ എടുക്കണമെങ്കിൽ വെള്ളം തെറിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ പോയി ഇരുന്നതാട്ടോ. എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഇരുന്ന് എൻ്റെ ഡ്രസ്സ് മുഴുവനും ഞാൻ നനച്ചു. വെള്ളം ആവില്ലെന്ന് വിചാരിച്ചേ, പക്ഷേ മൊത്തം വെള്ളം നനഞ്ഞു. എന്നാലും അവളുടെ കൂടെ അങ്ങനെ കളിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പതേ അവൾ പറയണ കേട്ടോ, എൻ്റെ ഡ്രസ്സ് നനഞ്ഞമ്മാന്ന്. അങ്ങനെ ഹിഡൻ പ്ലേസിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് നമ്മളിതേ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനൊന്നും പ്ലാനില്ല. കാരണം ഏകദേശം ഒരു 5-5:15 ആയി. ഞാൻ പറഞ്ഞില്ലേ, ഹംപിയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഇനി ആകെ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റിയ നല്ലൊരു കാര്യം. കാരണം പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ പാടവും വരമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റും. അതുമാത്രമല്ല, ഗോൾഡൻ അവറിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴി ആ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് റൂമിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ നമ്മളിതേ ആ തുംഗഭദ്ര നദിയുടെ അവിടെ എത്തിയേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ആലോചിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ തുംഗഭദ്ര നദീനെ കണ്ടു. ഉച്ചയ്ക്ക് നട്ടപ്പുറ വെയിലത്ത് നമ്മൾ തുംഗഭദ്ര നദി കണ്ടു. ദേ ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയത്തും നമ്മൾ ഈ നദി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താല്ലേ, ഈ ദിവസത്തെ 3 നേരവും നമ്മൾ ഈ ബ്രിഡ്ജ് കണ്ടു. ആ ബ്രിഡ്ജിൻ്റെ ഭംഗി കണ്ടു. ഉച്ചത്തെ ആ ഒരു വെയിലൊഴിച്ച രാവിലെയും വൈകുന്നേരവും ഇതിൽ കൂടെ പാസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി ഫീലായിരുന്നു കേട്ടോ. സന്ധ്യസമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങി. രാവിലെ നമ്മൾ കട്ട തണുപ്പിലാണ് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തത്. വൈകിട്ട് ഒരു മൈൽഡ് തണുപ്പ്, ഉച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നോക്കിയാൽ ഒരു കണക്കിന് വഴി അറിയാണ്ട് തെറ്റിപ്പോയത് നന്നായി അല്ലേ. നമ്മൾ രാവിലെയും കണ്ടു, ഉച്ചയ്ക്കും കണ്ടു, വൈകുന്നേരവും കണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഒരു വലിയ ട്രാവലൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടോ. സത്യം പറയാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു ടെറസിലാണ് താമസിച്ചെങ്കിലും ഈ ഒരു നേരം നമ്മുടെ റൂം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മിക്കപ്പോഴും നമ്മൾ ഇരുട്ടായിട്ടാണ് ഇങ്ങോട്ട് വരാറ്. അപ്പോൾ ആ ഒരു ഓറഞ്ച് കളറിലെ സ്കൈ കണ്ടപ്പോൾ അമ്മുവിന് ഭയങ്കര ഇഷ്ടമായി. അമ്മു പറഞ്ഞു, അമ്മ ഞാനൊന്ന് മേളിലോട്ട് കയറി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവളിതാ മേളിൽ കയറി ആ ഓറഞ്ച് സ്കൈയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞാനും. എന്തൊരു രസമല്ലേ കാണാനായിട്ട്. നേച്ചർ ഇസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും. അപ്പോൾ ഈ ഒരു അടിപൊളി സൺസെറ്റോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. ആൻഡ് ഞങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അൻറ്റിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.